സീമാജി നായരും ചിപ്പിയുമാണ് എനിക്കൊപ്പം ഉള്ളത്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇവർ രണ്ടുപേരും ഇല്ലാത്ത പൊങ്കാല ഇല്ല എന്നുള്ളതാണ്. ചിപ്പി പോയിന്റിലാണ് ഞാനുള്ളത്. അങ്ങനെ ഒരു പേര് കേട്ട് ഞാൻ കേട്ടില്ല അങ്ങനെ ഒരു പേര്. ന്യൂസുകാരൊക്കെ കേട്ടിട്ടുണ്ട് ചിപ്പി പോയിന്റ് എന്ന്. പക്ഷെ ചിപ്പി ഇല്ലാത്ത പൊങ്കാല ഇല്ലെന്ന് പറഞ്ഞത് സത്യമാണ്. ആ ചേച്ചി ഇല്ലാത്ത അല്ല ഒരുമിച്ചാണ് എല്ലാ വർഷവും. അതെ 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 അതെ, അതൊരു അമ്മ തന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഉള്ളപ്പോ ഇടുമ്പോ കൂടെ തന്നെ അടുത്ത് ആ ഒരു സ്പർശമേറ്റ് ഞാൻ എവിടെങ്കിലും ഉണ്ടാകും. ഇന്നിനി പോണം, തിരക്കല്ലേ, അപ്പൊ നോക്കിയിട്ട് എങ്ങനെയാന്ന്. നമ്മുടെ ലവ് അണ്ടർ കൺസ്ട്രക്ഷനും ഒപ്പം ഇനി വരാൻ പോകുന്ന തുടരും അല്ലേ, അത് രണ്ടിലുമാണ് ഇപ്പോൾ സജീവമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കുന്നത്. അതെ അതെ, നന്നായിട്ട് പോകുന്നുണ്ട്, നല്ല റിവ്യൂസ് ഒക്കെ ആയിട്ട് പോകുന്നു. ഇനി തുടരും ഉടനെ ഉണ്ട്. പൊങ്കാല വിശേഷം ഒന്നുമില്ല. അമ്മ വരിക, പൊങ്കാല ഇടുക, അത് തന്നെ ഏറ്റവും വലിയൊരു എന്താ പറയുന്ന ഒരു അനുഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത്. 15ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ്, മുടക്കമില്ലാതെ പൊങ്കാലയിടാൻ കഴിയുന്നുണ്ട്. സത്യം, അത് വലിയൊരു ഭാഗ്യമാണ്. വരാൻ പറ്റുന്നുണ്ട്, അമ്മയുടെ ഇത്ര അടുത്തിടാൻ പറ്റുന്നുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം. കാരണം ഇപ്പോൾ ഞങ്ങളുടെ വീടിന്റെ അവിടെയൊക്കെ പൊങ്കാലയുണ്ട്, പക്ഷെ എന്നാലും എനിക്ക് എന്തോ അമ്പലത്തിന്റെ അടുത്ത് വന്ന് പറ്റുമെങ്കിൽ ഒന്ന് തൊഴാം, അങ്ങനെയൊക്കെ ഉള്ള ഒരു ആഗ്രഹത്തിലാണ് ഇങ്ങ് വരുന്നത്. ഇവിടെ വരുന്നത് എത്ര ദൂരേക്ക് പോയി കഴിഞ്ഞാലും ആ ദിവസം ആറ്റുകാൽ സന്നിധിയിൽ എത്തുക, പൊങ്കാലയിടുക, അമ്മയെ കണ്ട് തൊഴുക, അമ്മയോട് വിഷമങ്ങളും ഒക്കെ പറയുക, അതിൽ അമ്മയുടെ ഒരു സന്തോഷം അമ്മ തിരിച്ച് നമുക്ക് നൽകുന്നു എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടാവുക. അങ്ങനെയാണല്ലേ ഓരോ ആറ്റുകാൽ? അതെ, അങ്ങനെ തന്നെയാണ്. ഇപ്പൊ പിന്നെ കുറച്ച് നാളായിട്ട് ഞാൻ ചെയ്യുന്നതൊക്കെ ഞങ്ങളുടെ വർക്കുകൾ തന്നെയാണ്. അപ്പോൾ ഡേറ്റിന്റെ പ്രശ്നം നോക്കണ്ട, പൊങ്കാല ദിവസമാണ്. പിന്നെ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. എന്നാലും വേറെ ഒന്നും ഈ ഒരു സമയത്ത് നമുക്ക് ഡേറ്റ് നേരത്തെ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ ഒരു 2-3 ദിവസത്തേക്ക് ഞാൻ വേറെ ഒന്നും വെക്കാറില്ല. ഇവിടെ തന്നെ ഉണ്ടാവും, ട്രിവാൻഡ്രത്ത് തന്നെ ഉണ്ടാവും. ശരിക്കും സാന്ത്വനം. ഞാനിപ്പോ സ്ക്രീനിൽ വരുന്നില്ല എന്നേ ഉള്ളൂ, അതിനെക്കാട്ടി തിരക്കില്ല, ഫോട്ടത്തിലാ. ഇല്ല, സുഖമായിട്ടിരിക്കണു. ഏഷ്യാനെറ്റിലും സൂര്യയിലും ഓരോ പ്രോജക്റ്റ് ചെയ്യുന്നു, തമിഴിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു സോഫിയ പോൾ മാമിൻ്റെ ഒക്കെ ഡിക്റ്റേറ്റീവ് ഉജ്ജ്വലൻ എന്ന് പറഞ്ഞ പടം ഇമ്മീഡിയറ്റ് റിലീസുണ്ട്. അപ്പോൾ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകുന്നു. അങ്ങ് പോകുന്നുണ്ട്, അതായത് നമ്മള് ഒരു ഇത് ചെയ്യുന്നില്ല, പിടിച്ച് അങ്ങനെ പോകുന്നുണ്ട്, ഇങ്ങനെ പോകുന്നുണ്ട്. അത് വലിയ ഭാഗ്യമാണ്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, നിങ്ങളിപ്പോ എന്നെ കളിയാക്കുന്നു പൊങ്കാല ചിപ്പി എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അത് എന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് ചേച്ചിയാണ്. കാരണം ചേച്ചി 2 ദിവസം മുന്നേ എത്തി എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങ് ആശ്വാസമാണ്. പിന്നെ ഞാനിങ്ങനെ ചേച്ചിക്ക് മെസ്സേജ് ഇട്ടോണ്ടിരിക്കും, ചേച്ചി അടുപ്പ്, ചേച്ചി സാധനം, ചേച്ചി കൊതുമ്പ്, അങ്ങനെ. പിന്നെ ഞാനിങ്ങനെ ഒരു എന്തോ ഒരു എനിക്ക് അറിയില്ല, അത് ആ ഒരു ഫോൺ വരുമ്പോഴും ഭയങ്കര സന്തോഷമാണ്. അപ്പം മുകളിലെങ്ങാനുമാണ് ഞാൻ ഞാൻ താഴെ പോകും അടുപ്പ് നോക്കാൻ. പിന്നെ കൊതുമ്പ് കറക്റ്റ് ആണോ, മഴ ഇന്നലെ ചേച്ചി മഴ പെയ്തു, നമ്മുടെ കൊതുമ്പ് നനഞ്ഞിട്ടുണ്ടോ, ഉടനെ പോയി നോക്കിയപ്പോ ഇല്ല, അതെല്ലാം പൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വല്ലാത്തൊരു എന്താ പറയണ്ടേ, ഒരു സന്തോഷം. അങ്ങനെ ചേച്ചി ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ വന്നാ മതി, വേറെ ഒന്നും അറിയണ്ട. അമ്പലത്തിൽ പോയിരുന്നോ? ഇല്ല, പോയില്ല. ഞാൻ 2 ദിവസമായിട്ട് ഇവിടെ തന്നെ വന്ന് നിൽക്കുകയാണ്. വ്യാഴാഴ്ചയാണ്, അതായത് ഇന്നാണ് പൊങ്കാലെങ്കിലും ഞാൻ തിങ്കളാഴ്ച വിളിച്ചിരുന്നു, തിങ്കളാഴ്ച അങ്ങോട്ട് വരട്ടെ, ഒരു 1-2 എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഞാൻ വരണ്ടെന്ന് പറഞ്ഞു മുങ്ങി. പൊങ്കാല എന്ന് പറയുമ്പോ ഞാൻ അങ്ങോട്ട് അടുപ്പിച്ചില്ല. പൊങ്കാല എന്ന് പറയുമ്പോൾ മാസങ്ങൾക്ക് മുമ്പേ തുടങ്ങുന്ന ഒരുക്കമാണ്. അതെ അതെ, തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യും. പിന്നെ കൂടെ വരുന്ന എല്ലാവരുടെയും ഒരു പ്ലാനിങ് ഉണ്ടല്ലോ ഈ സമയത്തേക്ക്. പിന്നെ ഇപ്രാവശ്യം അഭിജിത്ത് വിളിച്ചപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ കേട്ടോ, ഞാൻ സാധനം ഇപ്രാവശ്യം നേരത്തെ കൊണ്ടുവച്ചു. കാരണം വണ്ടിയൊക്കെ ഇങ്ങോട്ട് വിടുന്ന പ്രശ്നമുണ്ടല്ലോ. എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ പറ്റിച്ചതാന്ന് വിചാരിച്ചോ, ഞാൻ കൊണ്ടുവച്ചിരുന്നു. ഞാൻ നേരത്തെ ഇപ്രാവശ്യം ഞാൻ നേരത്തെ കൊണ്ടുവന്ന് എല്ലാം വെച്ചു, ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ട് പോയായിരുന്നു. ഞാനും ഇവിടെ കൊണ്ടുവച്ചു, കാരണം ബ്ലോക്കായി തുടങ്ങി. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും തിരക്ക് കൂടുതൽ വരും. അപ്പം അതുകൊണ്ട് ഞങ്ങളൊക്കെ വളരെ മുമ്പേ കൊണ്ടുവന്ന് ഇവിടെ എല്ലാം വെച്ചിട്ടാണ് പോയത്. സുഖമായിട്ടിരിക്കുന്നു. ചേട്ടൻ ഇപ്പോൾ തുടരുംൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഏകദേശം കഴിഞ്ഞു എന്ന് പറയാം. അപ്പം അതിൻ്റെ തിരക്കിലിരിക്കുന്നു. പിന്നെ അവന്തിക ഇവിടെ അല്ല, പഠിക്കുകയാണ്, പുറത്താണ്. പുതിയ സീരിയലിൻ്റെ അല്ല, സിനിമയുടേതാണ്. പക്ഷെ അതൊന്നും അങ്ങനെ പറയാനായിട്ടായിട്ടില്ല. കഥ ആവുമായിരിക്കും, ദൈവം സഹായിച്ചാവട്ടെ. പക്ഷെ അല്ല, സമയം എടുക്കുമല്ലോ, ഇതൊക്കെ പെട്ടെന്നല്ലല്ലോ. ഇപ്പോൾ ഒരു പ്രോജക്റ്റ് ഡിസ്കഷനൊക്കെ നടക്കുന്നു, എന്താണ് പിന്നെ ഉള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നടക്കുന്നുണ്ട്, പലതിൻ്റെയും ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ഇല്ല, മോൾ എന്തൊക്കെയോ സമർപ്പിച്ചു. ഞാൻ ശർക്കര പൊങ്കൽ മാത്രം. ഞാൻ ശർക്കര പൊങ്കൽ, പിന്നെ വെള്ളച്ചോറും പയറും 3 1 3 എന്നൊക്കെ പറയില്ലേ, അപ്പം അങ്ങനെ 3.
അമ്മയുണ്ടല്ലേ ഇത്തവണ? അമ്മയുണ്ട്, ചേട്ടന്റെ വൈഫുണ്ട്. അപ്പോൾ ഇനിയിപ്പം ക്ഷേത്ര ദർശനം കൂടി കഴിഞ്ഞ് വൈകിട്ട് പോകുമല്ലേ? ഇനിയിപ്പോൾ വൈകിട്ട് പോവാം. അമ്മ അനുഗ്രഹിച്ചാൽ ഒന്ന് പോയി കണ്ടു തൊഴാൻ പറ്റുവാണോ? അതുപോലെ അടുത്ത വർഷം പൊങ്കാലയിടാൻ വേണ്ടി വരണം. തീർച്ചയായിട്ടും പറ്റട്ടെ. തീർച്ചയായും പൊങ്കാല വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു നടിമാരായിട്ടുള്ള സീമാജി നായരും ചിപ്പിയും. അവർ സൂചിപ്പിച്ചതുപോലെ തന്നെ അടുത്ത കൊല്ലവും പൊങ്കാലയിടാനായി വരണമെന്നുള്ളൊരു ആഗ്രഹമാണ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്. PV രഞ്ജിത്തിനൊപ്പം ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്ന് അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.